കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ എറണാകുളം നഗരത്തിന്റെ തിരക്കിനും ആധുനികതയുടെ കുതിച്ചുചാട്ടങ്ങൾക്കും നടുവിൽ കാലത്തിന്റെ സ്പന്ദനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുണ്യകേന്ദ്രം നിലകൊള്ളുന്നു. അതാണ് എറണാകുളം ശ്രീ അയ്യപ്പൻകാവ് ക്ഷേത്രം. സാമൂഹിക സൗഹാർദ്ദത്തിന്റെയും നവോത്ഥാന ചിന്തകളുടെയും വിശ്വാസദാർഢ്യത്തിന്റെയും ഒരു പ്രതീകമായി ഈ ക്ഷേത്രം തല ഉയർത്തി നിൽക്കുന്നു. ശബരിമല ധർമ്മശാസ്താവിന്റെ അതേ ഭാവവും പൊരുളും ഇവിടെ കുടികൊള്ളുന്നു. കച്ചേരിപ്പടി ജംഗ്ഷനിൽ നിന്നും ചിറ്റൂർ റോഡിലേക്ക് 1 കിലോമീറ്റർ ദൂരം മാത്രം സഞ്ചരിച്ചാൽ നാം അയ്യപ്പൻകാവിന്റെ ശാന്തതയിലേക്ക് എത്തുന്നു. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തെക്കുറിച്ച് വിശദമായി അറിയുന്നത് കേരളീയ ക്ഷേത്ര സംസ്കാരത്തിന്റെ ഒരു പ്രത്യേക ഏടിനെ അടുത്തറിയുന്നതിന് തുല്യമാണ്. ഒരു ക്ഷേത്രം എങ്ങനെയാണ് ഒരു സമൂഹത്തിന്റെ ചരിത്രപരമായ പരിണാമങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് അയ്യപ്പൻകാവ്. 1930 സ്ഥാപിതമായ ഈ പുണ്യക്ഷേത്രത്തിന്റെ ചരിത്രം ശ്രീനാരായണ ഗുരുവിന്റെ സാമൂഹിക സമത്വ ആശയങ്ങളിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് പിന്നോക്ക വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച 2 സംഘടനകളുടെ ഉദയവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തീയ സമാജവും സ്വധർമ്മ പരിപോഷണ സഭയും ചേർന്ന് സ്ഥാപിച്ച ഈ ക്ഷേത്രം ആത്മീയ ഉണർവിനൊപ്പം സാമൂഹികമായ പരിവർത്തനത്തിനും വഴിയൊരുക്കി. എല്ലാ മഹത്തായ സ്ഥാപനങ്ങൾക്കും അതിൻ്റേതായ ഉത്ഭവ കഥയുണ്ട്. എറണാകുളം ശ്രീ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന്റെ ചരിത്രം കേവലം ഒരു വിശ്വാസ കേന്ദ്രത്തിന്റെ കഥ മാത്രമല്ല, മറിച്ചൊരു സമൂഹം അതിജീവനത്തിനും തുല്യതയ്ക്കുമായി നടത്തിയ പോരാട്ടത്തിന്റെ കഥ കൂടിയാണ്. 1930കളിൽ കേരളം സാമൂഹിക അസമത്വത്തിന്റെ ഇരുണ്ട കാലഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന മഹത്തായ സന്ദേശം ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രതീക്ഷയുടെ വെളിച്ചമേകി. ഈ ആശയങ്ങളിൽ ആകൃഷ്ടരായ ഭക്തർ അയ്യപ്പൻകാവ് പ്രദേശത്ത് തീയ സമാജം, സ്വധർമ്മ പരിപോഷണ സഭ എന്നിങ്ങനെ 2 സംഘടനകൾക്ക് രൂപം നൽകി. ഈ സംഘടനകളുടെ പ്രധാന ലക്ഷ്യം അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളെ സാമൂഹികവും ആത്മീയവുമായി മുന്നോട്ടു കൊണ്ടുവരിക എന്നതായിരുന്നു. ആത്മീയ മോക്ഷത്തിനായി അവർ കണ്ടെത്തിയ വഴികളിൽ പ്രധാനമായിരുന്നു ഒരു ആരാധനാലയം. അങ്ങനെയാണ് 1930 അയ്യപ്പൻകാവ് ക്ഷേത്രം സ്ഥാപിതമാകുന്നത്. ഈ സ്ഥാപനം അക്ഷരാർത്ഥത്തിൽ ഒരു വിമോചനത്തിന്റെ കേന്ദ്രമായി മാറി. അന്നത്തെ സാഹചര്യത്തിൽ പരമ്പരാഗത ക്ഷേത്രങ്ങളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സ്വന്തം ആചാരങ്ങൾ അനുഷ്ഠിക്കാനും ആരാധന നടത്താനും ഒരുമിച്ച് കൂടാനും ഇതൊരു തണലായി മാറി. ക്ഷേത്ര നിർമ്മാണത്തിനായി ശ്രീ വട്ടത്തിൽ രാമൻകുട്ടി സൗജന്യമായി നൽകിയ 10 സെന്റ് ഭൂമി ഈ വലിയ പ്രസ്ഥാനത്തിന് അടിത്തറ പാകി. ആദ്യകാലത്ത് ലളിതമായ ഒരു ആരാധനാലയമായിരുന്ന ക്ഷേത്രത്തിന് വലിയൊരു വഴിത്തിരിവാണുണ്ടായത്. ഇത് 1964ലാണ്. എറണാകുളത്തെ കുഞ്ചൻ സ്വാമി എന്ന ഭക്തൻ സംഭാവന ചെയ്ത സ്വാമി അയ്യപ്പന്റെ പഞ്ചലോക വിഗ്രഹം ക്ഷേത്രത്തിൽ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രതിഷ്ഠാപാനത്തോടെ ക്ഷേത്രം കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായി മാറി. പല ദിക്കുകളിൽ നിന്നും ശനിദോഷ നിവാരണത്തിനായിട്ടുണ്ട് ക്ഷേത്ര ദർശനം പതിവാണ്. ഒരു മഹാക്ഷേത്രത്തിലെ പൂജാവിധാനമാണ് നമ്മളുടെ ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഒരു സാധാരണ ആരാധനാലയം ഒരു ക്ഷേത്രമായി മാറുന്നതിൽ ഈ പഞ്ചലോഹമൂർത്തിക്ക് നിർണായകമായ പങ്കുണ്ട്. 20ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ക്ഷേത്രം വീണ്ടും നവീകരണത്തിന്റെ ആവശ്യകതയിലേക്കെത്തി. കാലപ്പഴക്കവും ഭക്തജനങ്ങളുടെ വർധനവും അതിന് കാരണമായി. 2003 ക്ഷേത്രം സമഗ്രമായി നവീകരിച്ചു. ഈ നവീകരണം ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയിലും സൗകര്യങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്തി. പരമ്പരാഗതമായ കേരളീയ വാസ്തുശൈലി നിലനിർത്തിക്കൊണ്ടുള്ള ഈ നവീകരണം ക്ഷേത്രത്തെ ഒരു ആധുനിക ആരാധനാ കേന്ദ്രമാക്കി മാറ്റുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ഈ നവീകരണത്തോടെയാണ് അയ്യപ്പൻകാവ് മധ്യകേരളത്തിലെ പ്രധാനപ്പെട്ട അയ്യപ്പ ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ മുൻനിരയിലെത്തുന്നത്. ക്ഷേത്രത്തിന്റെ സാമൂഹിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് അതിന്റെ ഭരണപരമായ രൂപീകരണം. SND സമാജത്തിന്റെ മേൽനോട്ടത്തിലാണ് ക്ഷേത്രം ഇന്ന് പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, സാമൂഹിക സേവനത്തിന്റെ ദർശനത്തിൽ ഊന്നിക്കൊണ്ട് ശ്രീനാരായണ ഹൈസ്കൂൾ, ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ, ശ്രീനാരായണ ഓഡിറ്റോറിയം, ശ്രീനാരായണ വാണിജ്യ കെട്ടിടം തുടങ്ങി നിരവധി സ്ഥാപനങ്ങളും സമാജത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. ഒരു ക്ഷേത്രം അതിന്റെ ആത്മീയ ലക്ഷ്യങ്ങൾക്കപ്പുറം വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ ഉന്നമനത്തിന് എങ്ങനെയാണ് ഒരു വിളനിലമാകുന്നത് എന്നതിന്റെ ഉദാഹരണമാണിത്. ഓരോ ക്ഷേത്രത്തിനും അതിൻ്റേതായ പ്രതിഷ്ഠാ സങ്കല്പമുണ്ട്.
അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന അയ്യപ്പൻ ശബരിമല ധർമ്മശാസ്താവിന്റെ ഭാവത്തിലാണ്. ഞാൻ ഇവിടെ വന്ന് തൊഴാൻ തുടങ്ങിയിട്ട് 54 കൊല്ലം കഴിഞ്ഞു. എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നല്ല നല്ല കാര്യങ്ങളെല്ലാം നടത്തി ഭഗവാൻ തന്നിട്ടുണ്ട്. എൻ്റെ മക്കളെയൊക്കെ എല്ലാം പഠിച്ച് എല്ലാവരും നല്ല നിലയിലെത്തി, നല്ല ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് ഇപ്പോൾ ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കണേന്ന്. ഇവിടെ പ്രധാന ദേവനായ ഭഗവാൻ അയ്യപ്പൻ കിഴക്ക് ദർശനമായാണ് വാഴുന്നത്. ധർമ്മശാസ്താവ് എന്ന സങ്കല്പത്തിൽ കിഴക്കോട്ടുള്ള ദർശനം പരമമായ ഐശ്വര്യത്തെയും പ്രകാശത്തെയും സൂചിപ്പിക്കുന്നു. ശബരിമലയിലെ അതേ ശാസ്താഭാവം ഇവിടെ നിലനിൽക്കുന്നു. ശാസ്താവ് ധ്യാന നിമഗ്നനായി ഇരിക്കുന്ന ഭാവമാണ് ഇവിടെ പ്രതിഷ്ഠയുടേത്. അയ്യപ്പൻ കാവിലെ പ്രതിഷ്ഠയുടെ മറ്റൊരു പ്രത്യേകത ജാതിമതഭേദമന്യേ എല്ലാവർക്കും പ്രവേശനമുള്ള ഒരു പുണ്യസ്ഥലമാണിതെന്നതാണ്. ഇത് ക്ഷേത്രത്തിന്റെ സ്ഥാപക ലക്ഷ്യങ്ങളോടും ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളോടും പൂർണ്ണമായി നീതി പുലർത്തുന്നു. ക്ഷേത്രത്തിന്റെ ഈ മതേതര സ്വഭാവം അത് സാമുദായിക സൗഹാർദ്ദത്തിന് പേരുകേട്ടതാക്കി മാറ്റി. ക്ഷേത്രത്തിലെ പ്രധാന ദേവനായ ഭഗവാൻ അയ്യപ്പനു പുറമെ മറ്റ് പ്രധാനപ്പെട്ട ഉപദേവതകളും അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. ഈ ദേവഗണത്തിന്റെ സാന്നിധ്യം ക്ഷേത്രത്തിനൊരു മഹാക്ഷേത്രത്തിന്റെ പവിത്രമായ ഭാവമാണ് നൽകുന്നത്. ഈ 56 കൊല്ലമായി വരാൻ തുടങ്ങിയിട്ട് എനിക്ക് ഭഗവാനെ പറ്റി എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്നെ നിലനിർത്തുന്നത് ഭഗവാനാണ്. വിഘ്നേശ്വരനായ ഗണപതിയാണ് അതിൽ പ്രമുഖൻ. എല്ലാ തടസ്സങ്ങളെയും ദുരിതങ്ങളെയും നീക്കി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നവനായാണ് അദ്ദേഹത്തെ ഇവിടെ ആരാധിക്കുന്നത്. കൂടാതെ സംഹാരമൂർത്തിയും മോക്ഷദായകനുമായ ശിവൻ ഇവിടെ കുടികൊള്ളുന്നു. ശക്തിയുടെയും വീര്യത്തിന്റെയും പ്രതീകമായ ഭദ്രകാളിയമ്മയുടെ സാന്നിധ്യം ക്ഷേത്രത്തിനൊരു പ്രത്യേക ഉണർവ് നൽകുന്നു. ഭക്തർക്ക് ഭയത്തിൽ നിന്നും തിന്മയിൽ നിന്നും സംരക്ഷണം നൽകാൻ ദേവി സദാ സന്നദ്ധയാണ്. ഒപ്പം അറിവിന്റെയും യുദ്ധത്തിന്റെയും ദേവനായ സുബ്രഹ്മണ്യനും ഇവിടെ ഉപദേവതയായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഈ വ്യത്യസ്ത ദേവസങ്കല്പങ്ങളെ ഒരിടത്താരാധിക്കാൻ അവസരം ലഭിക്കുന്നത് ഭക്തർക്ക് വിവിധ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ തേടാനും ക്ഷേത്രത്തിന്റെ ആത്മീയ മണ്ഡലത്തെ കൂടുതൽ സമ്പന്നമാക്കാനും സഹായിക്കുന്നു. അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ നിത്യേനയുള്ള പൂജകൾ കൂടാതെ ചില പ്രത്യേക ദിവസങ്ങളിലും അവസരങ്ങളിലും വിപുലമായ ആചാരങ്ങളും പൂജകളും നടക്കുന്നുണ്ട്. ശാസ്താക്ഷേത്രങ്ങളും അയ്യപ്പ ക്ഷേത്രങ്ങളും ഒട്ടനവധിയുമുണ്ട്. പക്ഷേ ഈ അയ്യപ്പൻകാവ് ക്ഷേത്രത്തെ ശബരിമല ക്ഷേത്രത്തിൽ എങ്ങനെയാണോ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ആ ദേവൻ്റെ എല്ലാ ഭാവത്തോടും കൂടി ഐശ്വര്യത്തോടും കൂടി അതേ ഒരു വിഗ്രഹം ഈ ശ്രീനാരായണ ധർമ്മസമാജത്തിൻ്റെ കീഴിലുള്ള അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അതിനോട് കിടപിടിക്കുന്നത് തന്നെയാണ്. ഭഗവാൻ അയ്യപ്പന്റെ ജന്മനക്ഷത്രമാണ് ഉത്രം. അതുകൊണ്ട് തന്നെ എല്ലാ മലയാള മാസത്തിലെയും ഉത്രം നക്ഷത്രത്തിൽ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടക്കും. ഈ ദിവസം ഭഗവാന് പ്രത്യേക വഴിപാടുകൾ നടത്താനും അദ്ദേഹത്തിന്റെ അനുഗ്രഹം തേടാനും ഭക്തരെത്തുന്നു. ഈ പൂജകൾ ഭഗവാന്റെ സാന്നിധ്യത്തെയും ശക്തിയെയും കൂടുതൽ വർദ്ധിപ്പിക്കുന്നുവെന്നാണ് വിശ്വാസം. കൂടാതെ എല്ലാ വർഷവും ഇടവമാസത്തിലെ ഉത്രം നക്ഷത്രമാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനമായി ആചരിക്കുന്നത്. ഈ ദിവസം ക്ഷേത്രത്തിൽ പ്രത്യേക കലശാഭിഷേകങ്ങളും വിശേഷാൽ പൂജകളും അന്നദാനവും നടക്കും. എറണാകുളം ശ്രീ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ ശനിയാഴ്ചകൾക്ക് അതീവ പ്രാധാന്യമുണ്ട്. ഈ ദിവസം പല വിശേഷപ്പെട്ട ചടങ്ങുകൾക്കായി ഭക്തജനങ്ങൾ ഒത്തുകൂടുന്നു. ശനിദോഷങ്ങൾ മാറുന്നതിനായി പ്രധാന വഴിപാടായി കണക്കാക്കപ്പെടുന്ന നീരാഞ്ജന പ്രദക്ഷിണം ഈ ദിവസത്തെ പ്രധാന ചടങ്ങാണ്. എള്ളുതിരി കത്തിച്ചുകൊണ്ടാണ് ഭക്തർ ഈ പ്രദക്ഷിണം നടത്തുന്നത്. കൂടാതെ ക്ഷേത്രത്തിനും ഭക്തർക്കും നവീകരണവും ശുദ്ധീകരണവും പുതിയ ഊർജവും പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നവോത്ഥാന കലശാഭിഷേകവും ശനിയാഴ്ചകളിൽ നടത്തും. ഇവയ്ക്കെല്ലാം പുറമെ ക്ഷേത്രത്തിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ പ്രതീകമായി എല്ലാ ശനിയാഴ്ചകളിലും ക്ഷേത്രത്തിൽ വെച്ച് ഭക്തർക്ക് അന്നദാനവും നൽകും. ഭഗവാനോട് നമ്മളുടെ സങ്കടങ്ങളൊക്കെ നമ്മൾ പറയും. ഭഗവാൻ നമ്മളുടെ കാര്യങ്ങളൊക്കെ നടത്തിയൊക്കെ തരണുണ്ട്. പിന്നെ നമ്മൾക്ക് ഒരു ദിവസമെങ്കിലും വരാതിരിക്കാൻ വയ്യെങ്കിലും അതേ വന്ന് പോകണ്ടെന്ന് വിചാരിക്കും. പക്ഷെ എന്നാലും നേരം വെളുക്കുമ്പോഴത്തെ കഴിയോ പോയില്ലല്ല. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ പലവിധമാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടവയാണ് ശനീശ്വര പൂജ, ഉത്രം പൂജ, എള്ളുതിരി, നെയ്വിളക്ക്, ചുറ്റുവിളക്ക് എന്നിവ. ശനിഗ്രഹത്തിന്റെ ദോഷങ്ങളകറ്റി ശാസ്താവിന്റെ അനുഗ്രഹം തേടുന്നതിനായി പ്രധാനമായും ശനീശ്വര പൂജ നടത്തുന്നു. അതുപോലെ ഭഗവാന്റെ ജന്മനക്ഷത്രമായ ഉത്രത്തിൽ നടത്തുന്ന പ്രത്യേക പൂജയാണ് ഉത്രം പൂജ. ശനിദോഷ പരിഹാരത്തിനായി നടത്തുന്ന ഒരു വഴിപാടാണ് എള്ളുതിരി. ദീർഘായുസ്സിനും ഐശ്വര്യത്തിനും വേണ്ടി ഭക്തർ നെയ്വിളക്കർപ്പിക്കുന്നു.
കൂടാതെ ക്ഷേത്രത്തെ മുഴുവനായി ദീപങ്ങളാൽ അലങ്കരിക്കുന്ന പ്രധാന വഴിപാടാണ് ചുറ്റുവിളക്ക്. ഈ വഴിപാടുകൾ ഓരോന്നും ഭക്തർക്ക് അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും ആത്മീയമായ ഉന്നമനത്തിനും വേണ്ടി ഭഗവാനെ സമീപിക്കാനും അനുഗ്രഹം തേടാനും അവസരം നൽകുന്നു. അയ്യപ്പൻകാവ് ക്ഷേത്രം ശബരിമല തീർത്ഥാടന യാത്രയിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ശബരിമലയിലേക്ക് കെട്ടുനിറച്ച് പോകുന്നതിന് മുൻപ് തീർത്ഥാടകർ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് കെട്ടുനിറ നടത്തുന്ന പതിവുണ്ടായിരുന്നു. ശബരിമല ധർമ്മശാസ്താവിന്റെ സങ്കല്പം ഇവിടെയുമുള്ളതിനാൽ ഈ ക്ഷേത്രത്തിലെ ദർശനം ശബരിമല യാത്രയ്ക്ക് ഒരുക്കമാണെന്ന് ഭക്തർ വിശ്വസിച്ചു. ശനിയാഴ്ചകളിലാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാന പൂജാ ദിവസമായിട്ട് മാറുന്നത്. അതിൽ ധാരാളം ഭക്തന്മാർ പല കേരളത്തിൽ നിന്ന് മാത്രമല്ല പുറത്തു നിന്നും ധാരാളം ഭക്തന്മാർ ഇവിടെ വന്ന് ഇതിൽ പങ്കെടുക്കാറുണ്ട്. ഇന്നും ശബരിമല തീർത്ഥാടന കാലത്ത് ഈ ക്ഷേത്രം ഭക്തജനത്തിരക്കിൽ മുങ്ങിപ്പോകാറുണ്ട്. എറണാകുളം ശ്രീ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവങ്ങൾ കേരളീയ ക്ഷേത്രകലകളുടെയും സംസ്കാരത്തിന്റെയും ഒരു സംഗമ ഭൂമി കൂടിയാണ്. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് മലയാള മാസമായ ധനുവിൽ ആരംഭിക്കുന്ന വാർഷിക മഹോത്സവം. ഈ ഉത്സവം 8 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. ധനുമാസത്തിലെ തൃക്കൊടിയേറ്റോടെ ആരംഭിച്ച് മകരമാസത്തിലെ രാവിലെ കൊടിയിറക്കത്തോടെയാണ് മഹോത്സവം സമാപിക്കുന്നത്. ഈ ഉത്സവം ശബരിമലയിലെ മകരവിളക്കുത്സവത്തോടനുബന്ധിച്ചാണ് നടത്തുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. ഇത് അയ്യപ്പൻകാവ് ക്ഷേത്രത്തെ ശബരിമലയുമായി ആത്മീയമായി ബന്ധിപ്പിക്കുന്നു. ഉത്സവത്തിന്റെ ഭാഗമായി നിരവധി പ്രധാന ചടങ്ങുകളും നടക്കാറുണ്ട്. കേരള ക്ഷേത്ര കലാരൂപങ്ങളായ കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത് തുടങ്ങിയ പരമ്പരാഗത കലാരൂപങ്ങൾ ഇവിടെ അവതരിപ്പിക്കും. വർണ്ണാഭമായ ചമയങ്ങളാൽ അലങ്കരിച്ച ആനകൾ അണിനിരക്കുന്ന എഴുന്നള്ളിപ്പ് ഉത്സവത്തിന്റെ അന്തരീക്ഷത്തിന് ഐശ്വര്യവും ആഘോഷത്തിന്റെ നിറവും നൽകുന്നു. കേരളത്തിലെ ശാസ്ത്ര ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാന ആചാരങ്ങൾ ഈ ഒരാഴ്ചക്കാലം ഇവിടെ നടത്തും. ഈ വാർഷിക മഹോത്സവം ക്ഷേത്രത്തിന്റെ ആത്മീയവും സാംസ്കാരികവുമായ പ്രാധാന്യം വിളിച്ചോതുന്ന ആഘോഷം കൂടിയാണ്. വാർഷിക മഹോത്സവത്തിന് പുറമെ എറണാകുളം ശ്രീ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ മറ്റു പ്രധാനപ്പെട്ട ഹിന്ദു ആഘോഷങ്ങളും ഭക്തിയോടും ആചാരങ്ങളോടും കൂടി നടത്താറുണ്ട്. നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളെ പിന്തുടരുന്ന ഒരു സ്ഥാപനമെന്ന നിലയിൽ ശ്രീനാരായണ ഗുരുജയന്തിക്ക് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. ഗുരുവിന്റെ ദർശനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും. ഉപദേവതയായ ഭദ്രകാളിക്ക് പ്രാധാന്യം നൽകി ദുർഗ, ലക്ഷ്മി, സരസ്വതി ദേവിമാരെ ആരാധിക്കുന്ന നവരാത്രി ദിനങ്ങളും ആഘോഷിക്കുന്നു. കേരളീയരുടെ പുതുവർഷാരംഭമായ വിഷു ആഘോഷിക്കുന്നത് കണികാണൽ ചടങ്ങുകളോടെയാണ്. കൂടാതെ ഉപദേവനായ ശിവന് പ്രാധാന്യം നൽകിക്കൊണ്ട് ശിവരാത്രിക്ക് പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തുന്നു. ഈ ആഘോഷങ്ങളെല്ലാം തന്നെ അയ്യപ്പൻകാവ് ക്ഷേത്രത്തെ എല്ലാ വിശ്വാസികളുടെയും ഒരു പൊതു ഇടമായി നിലനിർത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കും. എറണാകുളം ശ്രീ അയ്യപ്പൻകാവ് ക്ഷേത്രം വെറുമൊരു പ്രാദേശിക ക്ഷേത്രമായി ഒതുങ്ങി നിൽക്കുന്നില്ല. മധ്യകേരളത്തിലെ ഏറ്റവും പ്രമുഖമായ അയ്യപ്പൻ ക്ഷേത്രങ്ങളിലൊന്നാണിത്. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതിലൂടെ ഇതിന് വലിയൊരു പ്രസക്തിയുണ്ട്. ജാതിമതഭേദമന്യേ എല്ലാവർക്കും പ്രവേശനമുള്ള ഈ ക്ഷേത്രം കേരളീയ സമൂഹത്തിൽ നഗരവൽക്കരണത്തിന്റെയും ആധുനികതയുടെയും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുമ്പോൾ എങ്ങനെയാണ് മതസൗഹാർദ്ദം നിലനിർത്തേണ്ടത് എന്നതിന്റെ മാതൃകയാകുന്നു. നഗരജീവിതത്തിന്റെ തിരക്കിൽ മനുഷ്യബന്ധങ്ങൾ ശിഥിലമാകുമ്പോൾ ഈ ക്ഷേത്രം ഒരു പൊതു ഇടമായി നിലനിന്ന് ആളുകളെ ഒരുമിപ്പിക്കുന്നു. എറണാകുളം നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ശ്രീ അയ്യപ്പൻകാവ് ക്ഷേത്രം എന്നതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് വളരെ എളുപ്പവുമാണ്. റോഡ് മാർഗം വരുന്നവർക്കായി എറണാകുളം KSRTC ബസ് സ്റ്റേഷനിൽ നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ക്ഷേത്രത്തിലേക്കുള്ളത്. ഈ ദൂരം സഞ്ചരിക്കുന്നതിന് ടാക്സി, ഓട്ടോറിക്ഷ സൗകര്യങ്ങളും ലഭിക്കും. റെയിൽ മാർഗം യാത്ര ചെയ്യുന്നവർക്ക് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ള സ്റ്റേഷൻ. ഇവിടെ നിന്നും ക്ഷേത്രത്തിലേക്ക് കേവലം 1 കിലോമീറ്ററിലധികം മാത്രമാണുള്ളത്. കൂടാതെ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാം. എറണാകുളം ശ്രീ അയ്യപ്പൻകാവ് ക്ഷേത്രം 90 വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന അതിന്റെ ചരിത്രത്തിലൂടെ വിശ്വാസത്തിന്റെയും സാമൂഹിക വിമോചനത്തിന്റെയും ഒരു തിളങ്ങുന്ന മാതൃകയായി നിലകൊള്ളുന്നു. ചരിത്രപരമായ ഒരു പഠനകേന്ദ്രമെന്ന നിലയിലും സാംസ്കാരിക കേന്ദ്രമെന്ന നിലയിലും ഈ ക്ഷേത്രം മധ്യകേരളത്തിന്റെ സാമൂഹിക ഭൂമികയിൽ വഹിക്കുന്ന പങ്ക് വലുതാണ്. അയ്യപ്പൻകാവ് ക്ഷേത്രം തീർച്ചയായും കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ ആത്മീയതയുടെയും സാമൂഹിക സമത്വത്തിന്റെയും പാതയിൽ വെളിച്ചം വീശുന്ന ഒരു ദീപസ്തംഭമാണ്.